ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആചരണത്തിന് ചവറ പന്മന ആശ്രമത്തിൽ തുടക്കമായി. മഹാസമാധി ശതാബ്ദി ആചരണ സമാരംഭ സഭ, വിചാരസഭ, മഹാഗുരുസാരം ആത്മീയ സഭ എന്നിവ നടന്നു. സാംസ്കാരിക പരിപാടികളും ക്ഷേത്രകലകളുടെ അവതരണവും സംഘടിപ്പിച്ചു. ആചരണത്തിന്റെ ഭാഗമായി മരുത്വാമലയിൽ നിന്ന് മഹാഗുരുജ്യോതി പ്രയാണമായി പന്മന ആശ്രമത്തിലെത്തിച്ച് കെടാവിളക്കിലേക്ക് പകർന്നിരുന്നു. പന്മന ആശ്രമ തീർത്ഥാടനവും സമ്മേളനങ്ങളും സമാധി ദിനമായ മെയ് 8 വരെ തുടരും. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച മാമ്പഴക്കാലം അവധിക്കാല സർഗാത്മക ക്യാമ്പ് സമാപിച്ചു. വ്യക്തിത്വ വികസനം, നേതൃപാടവം, ജീവിത നൈപുണ്യ പരിശീലനം, പ്രസംഗ പരിശീലനം, കൗമാരാരോഗ്യ വിദ്യാഭ്യാസം, പഠനയാത്ര, പ്രമുഖരുമായുള്ള മുഖാമുഖം, ഒറിഗാമി, നാട്ടുകൂട്ടം, ജൈവ സംഗീതം, കലാപരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവായ ജനാർദ്ദനൻ പുതുശ്ശേരി ജൈവ സംഗീത പരിപാടി അവതരിപ്പിച്ചു. പുള്ളുവൻ പാട്ട്, ഉടുക്കുപാട്ട്, കൃഷിപ്പാട്ട്, കാളകളിപ്പാട്ട്, മയിൽപ്പാട്ട്, വിവിധ നാട്ടുവാദ്യങ്ങളായ പുള്ളോർക്കുടം, ഉടുക്ക്, മഴമൂളി, കൊമ്പ് കോടങ്കി, തുടി, തപ്പട്ട എന്നിവയിലൂടെ കുട്ടികൾക്ക് ജൈവസംഗീതത്തിന്റെ അനുഭവം പകർന്നു. നാടൻ പാട്ടിന്റെ കൈവഴികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകി. ക്യാമ്പിലെത്തി ബാല്യകാല അനുഭവങ്ങൾ പങ്കിട്ട CR മഹേഷ് MLA കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. സമാപന സമ്മേളനം ചലച്ചിത്രതാരം വിനു മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷനും ജന്തുദ്രോഹ നിവാരണ സമിതിയും ചേർന്ന് നാട്ടാന പരിപാലന ശില്പശാല സംഘടിപ്പിച്ചു. നാട്ടാന പരിപാലനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. പാപ്പാന്മാർ, ആന ഉടമകൾ, വെറ്ററിനറി ഡോക്ടർമാർ, നിയമപാലകർ, വനം വന്യജീവി സ്നേഹികൾ, ഗവേഷകർ, SPCA പ്രതിനിധികൾ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ കൂട്ടായ ചർച്ചകളും വിശകലനങ്ങളും ശില്പശാലയിലുണ്ടായി. നാട്ടാന പരിപാലന നിയമത്തിൽ പ്രായോഗിക തലത്തിലുള്ള പോരായ്മകളും അപാകതകളും ശില്പശാല ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രശ്നോത്തരി നടത്തി. തെരഞ്ഞെടുപ്പ് വിഭാഗം സ്വീപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. 1951 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം, ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവങ്ങൾ, കൗതുക വിവരങ്ങൾ, ആനുകാലിക തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു ചോദ്യങ്ങൾ. 1888 മുതലുള്ള നാട്ടുരാജ്യങ്ങൾ, സ്വാതന്ത്ര്യസമരം, പ്രാദേശിക ഭരണകൂടം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ജേതാക്കൾക്ക് ജില്ലാ കളക്ടർ N. ദേവിദാസ് അവാർഡ് നൽകി. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജില്ലയിൽ തുറസായ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് നേരിട്ട് വെയിലേൽക്കാതെ തണലൊരുക്കാനും നിശ്ചിത സമയത്ത് വിശ്രമം നൽകാനും നിർദ്ദേശമുണ്ട്. പുനലൂരിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. കാർഷിക മേഖലയെയും നിർമ്മാണ മേഖലയെയും ഉയർന്ന താപനില ദോഷകരമായി ബാധിച്ചു. വേനൽ മഴയിൽ 61% കുറവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമാണ്. പറവകൾക്ക് ദാഹജലം നൽകാൻ ലക്ഷ്യമിട്ട് കളക്ട്രേറ്റ് പരിസരത്ത് മൺപാത്രങ്ങളിൽ ജലം ക്രമീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സ്വീപ്പ് ടീം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആശ്രാമം മൈതാനത്ത് സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ മാധ്യമപ്രവർത്തകരുടെ ടീമും ജില്ലാ കളക്ടറുടെ ടീമും ഏറ്റുമുട്ടി. സ്വീപ്പിന്റെ നേതൃത്വത്തിൽ വോട്ട് ഗാനവും പുറത്തിറക്കിയിരുന്നു. വന്ദേ വോട്ടർമാരെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഔസേപ്പച്ചനാണ് ഈണം പകർന്നത്. മത്സ്യബന്ധന തുറമുഖങ്ങളായ ശക്തികുളങ്ങരയിലും നീണ്ടകരയിലും സ്വീപ്പ് സംഘം ബോട്ടുകളിൽ വോട്ട് സന്ദേശം പ്രചരിപ്പിച്ചു. സമ്മതിദാനാവകാശ വിനിയോഗ ബോധവത്കരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ വർണ്ണപ്പട്ടങ്ങളും പറത്തി. ബീച്ചിൽ സായാഹ്നം ചെലവിടാനെത്തിയ കുട്ടികളും മുതിർന്നവരും പട്ടം പറത്തലിൽ പങ്കാളികളായി. സ്വീപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗഹൃദ വടംവലി മത്സരവും ബീച്ചിൽ സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.